ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫ്ലോറ ഫാൻറ്റസിയിലേക്കാണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് വെള്ളം കുറേ കളിക്കാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലം സെലക്ട് ചെയ്തത്. എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഓഫർ ഉണ്ടെന്നൊക്കെ, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഓഫറൊന്നുമില്ല. 800 രൂപ വലിയവർക്കും ചെറിയവർക്ക് 600 രൂപയും വരുന്നുണ്ട്. 3 പേരൻസും 3 കുട്ടികളും അങ്ങനെയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ഒരാൾക്ക് 1400 ആയി. അങ്ങനെ 3 പേരും എടുത്തു. ഇതന്നെ അതിൻ്റെ എൻട്രിയാണ്. നമ്മൾ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഈ തല ഇറങ്ങുന്ന സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് പുറത്തേക്ക് വരേണ്ടത്. കുട്ടികളൊക്കെ പിടിക്കണം എന്നുള്ളത് പറഞ്ഞുതരും. പിന്നെയാണ് അതിൻ്റെ ഉള്ളിൽ നോക്കുന്നത്. ഇങ്ങനെ കറങ്ങി കറങ്ങി പോണ പോലെ തോന്നും. ഇനി ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ വ്യൂ കാണുന്നത്. ഒരു ലോകം തന്നെയാണ്. ഞങ്ങൾ ആദ്യം തന്നെ വെള്ളത്തിൽ കളിക്കുന്നില്ല, മുകളിലെല്ലാം കളിച്ച് വന്നിട്ട് പിന്നെ വെള്ളത്തിൽ കളിക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടത്. ആദ്യം കുട്ടികളെയൊക്കെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് 3 പേരൻസും കൂടിയിട്ട് ഒരു സാധനത്തിൽ കയറി. അതിങ്ങനെ റൗണ്ടായിട്ട് വട്ടം കറങ്ങുന്നതാണ്. ആകെ ഒരു മിനിറ്റാണ് സംഭവം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു അത്. അത് ഒരു ചെറിയ ബെൽറ്റ് ഇടുന്നുണ്ട്, പക്ഷെ നല്ല സ്പീഡിലാണ് അത് പോണത്. തല നന്നായിട്ട് കറങ്ങിയിട്ട് ഞങ്ങളുടെ പേരൻസൊക്കെ നല്ല ബുദ്ധിമുട്ടായി. അവർ മദേഴ്സാണ് വന്നിട്ടുണ്ടായിരുന്നത്. മദേഴ്സൊക്കെ ആകെ വീഴാൻ പോയി, കുഴഞ്ഞ് അവർക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. തല ഇറങ്ങിയിട്ട് കാലൊന്നും നിൽക്കാണ്ട്. ഒരു മിനിറ്റ് ഞങ്ങളവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും കാണാനില്ലല്ലോ, അത്ര സ്പീഡിലാണ് ഇത് കറങ്ങുന്നത്. ഒരു മിനിറ്റ് കൊണ്ട് ആളുടെ ബോധം തന്നെ പോകണം, അത്ര സ്പീഡിൽ കറങ്ങുന്നുണ്ട്. അതോടെ അവരെ കളി അവിടെ അവസാനിച്ച്. ഞങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പേടിച്ച് നോക്കിയിരുന്നു. അയ്യോ അതെന്താ നിൽക്കാത്തതെന്ന് വിചാരിച്ച് ഞങ്ങളൊരു മതിലിൻ്റെ അവിടെ സൈഡിൽ ഞങ്ങൾ 5 കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ 5 പേര് അവിടെ ഇരുത്തിയിട്ട് 3 മദേഴ്സും കൂടിയിട്ടാണ് കയറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മേലേക്ക് കയറി. ഇവിടെ ആണ് ഒരുവിധം എല്ലാ കളിസാധനങ്ങളും വരുന്നത്. ഇതൊരു കാളയാണ്. ഇത് 3 പേരും കയറി 3 പേരും ഒരേ പോലെ വീഴുകയും ചെയ്തു. ആ കാള ഒന്നുകൊണ്ട് ചെരിയുമ്പോഴത്തേനും ആ കിടക്കുന്നു പറയാം എല്ലാവരും. പിന്നെ യന്ത്രഞ്ഞാല കയറി. യന്ത്രഞ്ഞാല ലോകത്തെ ഏറ്റവും മെല്ലെ പോണ യന്ത്രഞ്ഞാല ഫ്ലോറ ഫാൻറ്റസിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആരും അത് മിസ് ചെയ്യരുത്. മെല്ലെ പോകുന്നുള്ളൂ. അപ്പോൾ ആദ്യം എൻ്റെ ഉമ്മച്ചിയും വേറൊരു താത്തയും കൂടി കയറി. അവർ 2 പേരും കയറിയിട്ട് ഞങ്ങളാരും കയറിയില്ല. അവർ കയറിയിട്ട് നല്ല വ്യൂ ഉണ്ട്, നല്ല മെല്ലെയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ടീം മാത്രമാണെങ്കിലും അവരെന്ത് ചെയ്യും, കയറ്റും. നമ്മൾ ഒറ്റക്കാണെങ്കിലും കയറ്റും. കാരണം 800 രൂപ ടിക്കറ്റ് എടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ എല്ലാതും നമുക്ക് കളിക്കാൻ പറ്റും. അത് നമ്മൾ ഒരു ടീമാണ് ഒറ്റക്കുള്ളൂ വെച്ചെങ്കിലും അവരെന്ത് ചെയ്യും, കയറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഓരോന്നിനും സെപ്പറേറ്റ് ക്യാഷ് കൊടുക്കണം. ഇതാവുമ്പോൾ നമുക്ക് ഒറ്റ തവണ തന്നെ പൈസ കൊടുത്തിട്ട് എല്ലാത്തിലും കയറാം. ഞങ്ങളാണ് ആ പോണ നടന്നിട്ട്. ഞങ്ങൾ ആദ്യം ഇവർ ഈ യന്ത്രഞ്ഞാലേ കയറിയ സമയം കൊണ്ട് ഞങ്ങൾ ബൈക്ക് റൈഡിങ്ങിന് പോയി. ബൈക്ക് റൈഡിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തതിന് പോകണം. ഇവിടെ നോക്കി അങ്ങനെ കാണാണ്ട് ഞങ്ങൾ ഇത് അവിടെയുള്ള പുഴയും, ഒരു പുഴ കാണുന്നുണ്ട്, അടുത്തുള്ള ഇതൊരു പുഴ. പിന്നെ ഈ ഫ്ലോറ ഫാൻറ്റസി മുഴുവൻ നമുക്ക് യന്ത്രഞ്ഞാല ഇരുന്നാലേ കാണാൻ പറ്റും. നല്ലൊരു മെല്ലെ പോണത്, ഇത്ര സ്പീഡിൽ തന്നെ പോകണുള്ളൂ. ഇത്രയും മെല്ലെ പോകുന്ന യന്ത്രഞ്ഞാല വേറെ എവിടെയും ഉണ്ടാവില്ല. അപ്പോൾ അത്ര മെല്ലെ ആയത് കാരണം ഞങ്ങൾ 2 ട്രിപ്പിൽ കയറി. ഇതിനു മുമ്പ് എൻ്റെ കൂടെയുള്ള സെലിമോള് കയറിയിട്ട് അവള് ബോധമൊക്കെ പോണ പോലെ ആയി, വേറൊരു സ്ഥലത്ത് നിന്ന് കയറിയിട്ട്. അപ്പം അതുകൊണ്ട് അവൾ തീരെ കൂട്ടാക്കില്ല. ഇതിലൊക്കെ അവളെ പിടിച്ച് വലിച്ചിട്ടാണ് കയറ്റിക്കുന്നത്. ഞങ്ങൾ 5 പേര് ഇരിക്കുന്നുണ്ട്, പിന്നെ വേറെ 2 കുട്ടികളും കയറിയിട്ടുണ്ട്. ഇത് നല്ല ഒരു മെല്ലെ പോണ സാധനമായിരുന്നു. ഞങ്ങളൊക്കെ ആകെ പേടിച്ചിട്ട് ആദ്യം ഇതെങ്ങനെ പോയിട്ട് മേലെ പോയിട്ടുണ്ട് വിടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർ പറഞ്ഞു കേട്ടോ, അത് മെല്ലെ പോവുള്ളൂ, പേടിക്കൊന്നും വേണ്ട, കുട്ടികൾക്കുള്ളതാണ്, വലിയവർക്ക് കയറാൻ പറ്റില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ മേലെ കൊണ്ടുപോയി നിർത്തിയിട്ട് മെല്ലെ 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 ഞാൻ താഴത്ത് കൊടുന്നു. സെലിമോൾ അപ്പോഴും കഴിയും വരെ ചിരിച്ചില്ല. അവൾക്ക് അന്നത്തെ യന്ത്രഞ്ഞാല കയറിയ ആ ഒരു പേടി മാറിയിട്ടില്ലാത്ത കാരണം അവളുടെ മുഖം ഇങ്ങനെ പേടിച്ചിട്ടായിരുന്നു. ഞാനും ഷെഹവും പിന്നെ മറ്റു 2 കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്തു. സെതിയുടെ മുഖം നോക്കിയിട്ട് സെതിയുടെ മുഖം ഉമ്മച്ചി സൂം ചെയ്ത് കളിക്കുന്നുണ്ട്. സെതി ആകെ ശരിയില്ലാണ്ട് ഇരിക്കണം. അത് കഴിഞ്ഞിട്ടില്ല, ഉമ്മച്ചി അവളെ നിർബന്ധിച്ച് പിടിച്ച് കയറ്റി. ഇത് ഞാനും ഒരു താത്താൻ്റെ കുട്ടിയും കൂടി ഒരുമിച്ച് കയറി. സെതിയും ഷെഫും ഒക്കെ കൂടിയിട്ട് ഒന്നിലാണ് കയറിയത്. ഇത് ഒരു ശബ്ദം വരുന്നു, അതാണ് പേടി. അല്ലാതെ അത്ര വലിയ സ്പീഡൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ട് പൊന്തിക്കും, പിന്നെ താഴ്ത്തും, പിന്നെ പൊന്തിക്കും താഴ്ത്തും, അങ്ങനെയാണ് സംഭവം. പക്ഷെ ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് നല്ല പേടിയാവും. ഇതിലും സെതിമോള് നല്ല പേടിച്ചിട്ട് തന്നെ ഇരുന്നത്, ചിരിച്ചില്ല.
അത് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി, നിങ്ങൾ അക്കുറിയും കണ്ടില്ലല്ലോ, സമയം പോണു, നിങ്ങൾ എന്താ ലേറ്റായി എന്നൊക്കെ ചോദിച്ചിട്ട്. വന്ന് നോക്കി നോക്കുമ്പോഴോ അടിപൊളി അക്കുറിയം. അതിൻ്റെ ഉള്ളിൽ മുഴുവൻ എ സി, നല്ല തണുപ്പ്. നമ്മൾ വെയിലെത്തുന്നുണ്ട്, എ സിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിന് നമുക്കൊരു കൂളിങ് തരും. പിന്നെ ഇവിടെയുള്ള ഫിഷുകളൊക്കെ എന്ത് ഭംഗിയാ കാണാൻ. ഇതുണ്ട് ഒരു കുടത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കണ്, അതിൻ്റെ വാല് മാത്രം കാണാണ്ട്, തലയൊന്നും കാണാനില്ല. പിന്നെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, കുറേ ഭാഗങ്ങളുണ്ട്, കുറേ പല 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 ഫിഷുകളുണ്ട്. പലതും പലതായിട്ട് നമ്മളെ കണ്ടവരിങ്ങനെ നോക്കുന്നുണ്ട്. കണ്ടവരോടൊക്കെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞു. പിന്നെ സമയമില്ലാത്ത കാരണം ഞങ്ങൾ ബായ് പറഞ്ഞിട്ട് പോരുകയാണ് ചെയ്തത്. അവരിങ്ങനെ നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുകയാണ്. ഇതുണ്ടോ, ഇത് കണ്ടു നോക്കണേ, ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുക, എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മളങ്ങനെ നോക്കുന്നുണ്ട് ഏതാ നമ്മളെന്ന് ചോദിച്ചിട്ട്. ഇതിൻ്റെ നല്ല രസമായി, കണ്ടോ, മുതലയുടെ പോലെയല്ലേ കണ്ടാൽ. ഞങ്ങൾക്കൊക്കെ കണ്ടിട്ട് മുതലയുടെ അതേപോലെ തന്നെ, ചുണ്ട് ശരിക്കും മുതലയുടെ മുഖം. പക്ഷേ മീനാണ് ഇതിനും നല്ല ഭംഗിയുണ്ട് അല്ലേ, അത് ഗോൾഡൻ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതൊരു നീളത്തിലുള്ള ഇത്, അത് കുത്തിൻ്റെ ഉള്ളിൽ മറ്റേ നമ്മൾ കുടത്തിൽ കണ്ട അതേപോലത്തെ. ഇത് പിന്നെ വൈറ്റ്. ഇവരൊക്കെ ചുണ്ടൊക്കെ നമ്മുടെയൊക്കെ പോലെ മുഖം മനുഷ്യന്മാരെ പോലെ. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം, അതിലും കുറച്ച് മീനുകൾ, അങ്ങനെ കുറേ വെള്ളച്ചാട്ടം അവിടെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മീനുകളാണ്. നമുക്ക് ഏതിനെ നോക്കുന്നത്. ഇത് കണ്ടോ, ഈ മീനിൻ്റെ നട്ടലിന് പരിക്ക് പറ്റിയത് അത്ര, വളഞ്ഞു പോയിട്ടുണ്ട്, പാവം തോന്നും കണ്ടാൽ. വലിയ വലിയ മീനാട്ടോ, എന്നേക്കായ വലിപ്പമുണ്ട് മീന്. പക്ഷേ അതിൻ്റെ നട്ടൽ അങ്ങ് വികൃതി ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, നട്ടലൊക്കെ പൊട്ടിയിട്ട് വളഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ മീൻ ഇട്ടിട്ടുണ്ട്, ഭക്ഷണത്തിലിട്ടാൽ എന്തോ. ഞാൻ കളർ മീൻ്റെ അവിടെ നിന്നിട്ട് മാത്രമാണ് ഫോട്ടോ എടുത്തത്. പിന്നെ ഞങ്ങൾ കണ്ടു കയറിയപ്പോഴാണ്, ഇത് എന്ത് സ്മെല്ലാണെന്നറിയോ, നല്ല സ്മെല്ലാണ്. എന്തോ സാധനം പുകച്ച് വെച്ചത് അവർ, അതിങ്ങനെ പുറത്ത് പുക വരുന്നുണ്ട്. ഗ്ലാസ് ഒന്നും പറ്റിയ താഴെ ആ മീനുകളുള്ള ഭാഗത്ത് മാത്രമേ ഗ്ലാസ് ഉള്ളൂ, ബാക്കിയൊക്കെ അത്. പിന്നെ ഇവിടെ ഫുള്ള് ഗ്രാസ് വെച്ചിട്ട് നല്ലൊരു നല്ലൊരു ഭംഗിയിൽ, ഇത്രയും നല്ലൊരു എന്താണ് ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ നോക്കിയൊക്കെ കുറേ യന്ത്രഞ്ഞാലുകൾ കണ്ടില്ലേ, അതും ഫിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു എന്താണ് അക്വേറിയം ആയിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനും ശരിക്കും നമ്മൾ എന്താണ് ഒരു പാടത്തൊക്കെ നമ്മൾ വെള്ളത്തിലിങ്ങനെ കാണില്ലേ, അതുപോലെ തോന്നും. സ്മോക്കൊക്കെ ഉള്ള കാരണം നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് പോരാനേ തോന്നില്ല, ഒരു സമയമില്ലാത്ത കാരണം ഇതാക്കാനും പറ്റിയില്ല. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റ് ഇതാണ്, അവിടെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇത് അതേപോലെ വെള്ളം ചാടുന്ന അവിടെ കുറച്ച് മീനുകൾ വളർത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. ഇതിവിടെ കണ്ടോ, ബൾബ് വെച്ചിട്ട് ചെറുതായിട്ടൊരു സ്പേസ് ഇട്ടത്, അതിവിടെ ചെറുതായിട്ട് വെള്ളം കൊണ്ട്, മീനൊന്നുമില്ല, വെള്ളം മാത്രമായിട്ട് അങ്ങനെ. അതൊക്കെ നമ്മൾ ഇറങ്ങി വരുന്ന ഒരു ഗുഹകളാണ് ഇട്ടത്, ഗുഹയുടെ ഉള്ളിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വെള്ളച്ചാട്ടം, അവിടെ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്, കുറച്ച് മീനുകളുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ എ സിയാണ്, ഫുൾ എ സി, നല്ല കൂളിങ്ങാണ്. നമ്മൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പോകാനേ തോന്നില്ല, വേറെ എവിടേക്കും പോകാൻ തോന്നില്ല. പുറത്ത് നല്ല വെയിലല്ലേ, ആ മാർച്ചിൻ്റെ വെയിൽ, ഏപ്രിലിൻ്റെ വെയിൽ. ഇനി ഇതാണ് അക്വേറിയത്തിൻ്റെ പുറം ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു അവിടെ അടുത്തുള്ള തന്നെ ഡ്രാഗൺ ആയിട്ടുള്ള ഒരു ഇതിൽ കയറി, ജസ്റ്റ് വെറുതെ ഇങ്ങനെ കുറച്ച് സ്പീഡിൽ ഇങ്ങനെ വെറുതെ കറങ്ങണം. അതിൻ്റെ അടിയിൽ വെള്ളമാണ് കേട്ടോ, കൈ ഇടരുതെന്ന് പറയും വെള്ളത്തിൽ. ഇപ്പോഴത്തിനൊക്കെ ഈ സെഡിമോൾ കുറച്ചൊക്കെ ഒന്ന് ഓക്കെ ആയി. ഞാൻ പിന്നെ ഫുള്ള് ചില്ലാണ്, എനിക്കിതൊന്നും പേടിയില്ല, ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഒക്കെ ഇതാക്കിയത്. ഇത് ഞങ്ങളുടെ കൂടെയുള്ള കുട്ടിയാണ്, സെദിമോളുടെ ഉമ്മച്ചിയുടെ താത്താടെ കുട്ടിയാണ്. ഞങ്ങൾ 3 മദേഴ്സും കൂടിയിട്ടാണ് വന്നത്. സെദിമോളെ ഒപ്പച്ച് ഞങ്ങളെ കൊടുന്നാക്കിയിട്ട് പുറത്തുനിന്ന് കയറിയില്ല. 3D കാണാനാണ് പോണത്. സ്വിമ്മിംഗ് പൂള് കാണും, പൂളിൻ്റെ മേലെ ആണിട്ടാണ് 3D വരുന്നത്. 3D ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു 3D കാണുന്നത്. ഉമ്മച്ചി ഞാനൊക്കെ ആദ്യമായിട്ടാണ് 3D കാണുന്നത്, അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ DJ പാർട്ടിക്ക് പോയി, ഞങ്ങൾ മാത്രമുള്ള ഒരു റൂം. അപ്പോൾ പിന്നെ ഫുൾ എൻജോയ് ചെയ്തിട്ട് ഞങ്ങളൊക്കെ ഫുള്ള് DJ ഡാൻസ് ആയിരുന്നു പരിപാടി. ഉമ്മച്ചി കുറച്ച് വീഡിയോ എടുക്കും, ഉമ്മച്ചിയും കളിക്കും, പിന്നെ മറ്റുമ്മച്ചിയോടും കളിക്കും. പിന്നെ ഞങ്ങൾ നല്ല കളിയായിരുന്നു, ഞാനും സെലിമോളൊക്കെ പൂര കളിയായിരുന്നു. ഞങ്ങൾ ഫുൾ എൻജോയ് ചെയ്തു. ഞങ്ങൾ മാത്രം ഒരു ഹാളിൽ, വേറെ ആരുമില്ല. അപ്പം നമുക്ക് എന്ത് പണിയില്ല, എങ്ങനെ വേണമെങ്കിലും കളിക്കാം. അതൊക്കെ ഒരു പാട്ട് ഒരു ടീമിന്, അങ്ങനെയാണ് DJ വരുന്നത്. അത് വേറെ നമ്മുടെ കൂടെ ആൾക്കാരുണ്ടെങ്കിൽ അവരുണ്ടാവും. ഞങ്ങൾ ഒറ്റക്കായത് കാരണം ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഡാൻസ് കളിക്കാൻ പറ്റി.
അത് കഴിഞ്ഞ് അടുത്ത് ഞങ്ങൾ ഗോസ്റ്റ് കാണാൻ വേണ്ടി പോയി. പക്ഷെ ചെറിയ കുട്ടീനെ കയറ്റില്ല പറഞ്ഞു. ചെറിയ കുട്ടികളെ നമുക്ക് വേറെ എവിടെയും നിർത്താൻ പറ്റാത്ത കാരണം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഗോസ്റ്റിനെ കാണാൻ പറ്റിയില്ല. പിന്നെ അടുത്ത് നമ്മുടെ കാർ റൈഡിങ് ആണ്. ഉമ്മച്ചി കാറിൻ്റെ ലൈസൻസ് ഒക്കെ എടുത്ത കാരണം ഉമ്മച്ചി നന്നായിട്ട് പോയി. പക്ഷെ ഞങ്ങളെ സെതിമോളും ടീമും വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നെടുക്കും. അപ്പം മറ്റേ രണ്ടും ഉമ്മച്ചിയോടും നിന്ന ഭാഗത്ത് നിന്ന് എവിടേക്കും അനങ്ങാൻ പറ്റിയില്ല. അവരവിടെ നിന്നിട്ട് തന്നെ തിരിഞ്ഞു. എൻ്റെ ഉമ്മച്ചി അങ്ങനെ എന്നെ കൊണ്ട് വണ്ടി അടിച്ചിട്ട് ഇങ്ങനെ പോയി. കാറ് ഉമ്മച്ചി ഡ്രൈവിംഗ് പഠിക്കാൻ പോണ സമയത്ത് ഞാൻ അപ്പുറത്തെ സീറ്റിലിരുന്നിരുന്നു. ടെസ്റ്റിന് പോകുമ്പോഴും ഞാൻ പിന്നാലെ പോയിട്ടുണ്ട്. അങ്ങനെ ഉമ്മച്ചിയുടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ കൂടെ പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നും നല്ല രസമായിരുന്നു. ഉമ്മച്ചി കാറടിക്കുക, ഞാനിരിക്കുക. ഞാനപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് അവരൊക്കെ വീഡിയോ എടുത്ത് ഉമ്മച്ചി കാറടിക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ചിരിച്ച്. എൻ്റെ പല്ലൊന്നും ഇല്ല കേട്ടോ, 4 പല്ലേ പോയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഉണ്ടേ. അങ്ങനെ ഞാൻ എല്ലാവരും അവിടെ നിന്ന് തിരിയുമ്പോൾ ഞാൻ മാത്രം ഉമ്മച്ചിയുടെ കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് അതെൻ്റെ മുഖത്ത് ഇങ്ങനെ ചിരി. അപ്പോഴേക്കും അവരെന്നെ വന്നിട്ട് വിളിച്ചു. നമ്മുടെ എന്താണ് വേവ് തുടങ്ങിയിട്ടുണ്ട്, വേഗം പോരെ, അത് 15 മിനിറ്റ് ഉള്ളൂ പറഞ്ഞിട്ട് ഒരു 4:45 തോന്നുന്നു, അത് 4:15 4:15 തോന്നുന്നത്. 1/4 മണിക്കൂറേ വേവ് ഉണ്ടാവുള്ളൂ പറഞ്ഞു. ഷെഫൊക്കെ ആണ്ട് പോവുമായിരുന്നു. മറ്റേ കടലല്ലാത്ത കാരണം ഞങ്ങൾക്കൊന്നും പേടി ഉണ്ടായിരുന്നില്ല. ലാസ്റ്റിക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ചെറിയ ഇതേ വരുന്നുള്ളൂ. പക്ഷേ അങ്ങനെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളങ്ങനെ പൊന്തും. അപ്പം ഞാനൊക്കെ എന്ത് ചെയ്യും, കഴുത്ത് വരെ വെള്ളത്തിൽ പോയി നിന്നിട്ട് ഇങ്ങനെ ചാടും. വെള്ളം വരുമ്പോൾ ഇങ്ങനെ ചാടി വെക്കും. അപ്പം ഇങ്ങനെ പിന്നെ അവിടെ നിൽക്കും. സെതിമോള് കുറേ പ്രാവശ്യം മുങ്ങിപ്പൊന്തി. ഞാൻ പിന്നെ അങ്ങനെ അന്ന് കടലിൽ പോയി കളിച്ചിട്ടും പിന്നെ പാപ്പലിയോയിൽ പോയിട്ട് പൂളിൽ കളിച്ചിട്ടൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിക്കണം. അപ്പം ഞാൻ അങ്ങനെ ഒന്നും വീണില്ല. സെതിമോള് കുറേ പ്രാവശ്യം വെള്ളം കുടിച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മച്ചി ഇവിടെ ഞങ്ങൾ 2 പേര് ഇവിടെ ആക്കിയിട്ട് ഉമ്മച്ചി വെള്ളത്തിൽ കളിക്കാൻ പോയി. അപ്പം ഞങ്ങൾ 2 ആളും കൂടി എങ്ങനെയൊക്കെയോ മെല്ലൊക്കെ നടന്ന് കുറച്ചൊക്കെ ഇങ്ങനെ കളിച്ചു. പിന്നെ മാമിക്ക് നല്ല നീന്തക്കാരാണ് കാരണം മാമി നല്ല സുഖമായിട്ട് നീന്തിയിരുന്നു. നല്ല രസമായിരുന്നു. പക്ഷേ ഈ വേവ് ഉള്ളപ്പോൾ മാത്രമേ ഈ പൂൾ അവർ ഓപ്പൺ ആക്കണുള്ളൂ. അപ്പം എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് ഞാൻ കണ്ടൊക്കെ വെച്ചിട്ട് സ്റ്റൈലാക്കി. പിന്നെ ഞങ്ങൾ കുറേ പാട്ട് വെച്ചപ്പോൾ ഞാനും ഉമ്മച്ചി കൂടിയിട്ട് കുറേ വട്ടം ചുറ്റിയിട്ടും കൈറ്റടിച്ചിട്ടൊക്കെ കുറേ കളിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. ആരും ക്യാമറ ഒന്നും എടുക്കണില്ല, എല്ലാവരും എൻജോയ് ചെയ്യുക. ഉമ്മച്ചി മാത്രം ക്യാമറ ആയിട്ട് നടക്കാം കേട്ടോ. ഉമ്മച്ചിക്ക് പിന്നെ എല്ലാ ഫോട്ടോ എടുക്കണം, എല്ലാ മൊമെൻറ്റ്സും ഫോട്ടോ എടുക്കണം. ഇത് ഞങ്ങൾ വേവൊക്കെ കഴിഞ്ഞിട്ട് അവിടെയുള്ള കളിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ താഴത്തെ വെള്ളത്തിൽ ഇറങ്ങി. സെരിമോള് വീണേ കാണാൻ നോക്കിക്കോ കിടക്കണം. സെരിമോൾക്ക് തന്നെ ഇരുന്ന് മതി, വീഴാൻ നിൽക്കുക. അങ്ങനെ ഞങ്ങൾ പിന്നെ വെള്ളം കളിക്കാൻ വേണ്ടി പോയി. ഇവിടെ കണ്ടോ ഓരോ കയ്യിലും ക്യാമറയിൽ എല്ലാവരും ഇരുന്നിട്ട് ഇപ്പാരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കാണാം. വലിയപ്പാരൊക്കെ അവിടെ ഇങ്ങനെ വെള്ളത്തിൽ പോയി കിടക്കുന്നുണ്ടോ. ഇപ്പാരൊക്കെ കളിക്കുന്നേ, എല്ലാവരും കളിക്കുന്നേ. ഇത് നല്ല കുത്തനുള്ള ഇറക്കാം. കൊമ്പങ്കാട് പോയൊക്കെ വന്ന വീഡിയോ എടുത്തത്. പക്ഷേ ഉമ്മച്ചിക്കൊക്കെ പേടിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയില്ലേ. ഈ വെള്ളത്തിൽ കൂടെ ഉമ്മച്ചി പോകണ്ട പറഞ്ഞിട്ടുണ്ട്. സൈഡിൽ കൂടെ പോകാൻ പറഞ്ഞാൽ നടുൽ കൂടെ തന്നെ പോയുള്ളൂ. ഇത് പിന്നെ ഇടയ്ക്ക് വെള്ളാണ്ട് നിറഞ്ഞിട്ട് അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ വെള്ളമാക്കും. ഞാൻ നിൽക്കണേ ഈ ഒരു പേടിയില്ല, ഞാൻ അവിടെ നിൽക്കണേ. ഉമ്മച്ചി ഇതെവിടെ നിൽക്കണം. അതിൻ്റെ വ്യൂ എന്നുണ്ടോ. ഇതിലൊക്കെ ചിലതിലൊക്കെ ഞങ്ങൾ കയറി. ഉമ്മച്ചി അവസാനം എന്നെ വിളിച്ചിങ്ങോട്ട് വായോ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാനിട്ട് വന്നു. എവിടുന്നോ എൻ്റെ പിന്നാലെ സെലിമോളും വന്നു. ഇതൊക്കെ ഞങ്ങൾ ഉമ്മച്ചി ഫോൺ ഒരു പൊത്തിൻ്റെ ഉള്ളിൽ കൊണ്ട് കളിപ്പിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ. എന്നിട്ട് കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടാണ് ഫോൺ എടുത്തത്. ഇത് ഞങ്ങളുടെ കൂടെയുള്ള ഒരാളാണ്. ആൺകുട്ടി അവിടെ കുടുങ്ങി, ഇങ്ങോട്ട് വന്നില്ല. പിന്നെ അവനെ എങ്ങനെയൊക്കെ രക്ഷിച്ചു. ഇതിൽ ഞാനും വെച്ച് 2 വട്ടം വന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് നമ്മൾ ആ ട്യൂബ് നമ്മൾ മേലെ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് പിന്നെ അവർ നമ്മളങ്ങോട്ട് ഇറക്കി വിടും. അങ്ങനെ 2 വട്ടം ഞങ്ങൾ ഇതാക്കി. ഇത് ഞങ്ങൾ വേറൊരു കുഴലിൻ്റെ ഉള്ളിൽ കൂടെ പോയില്ലേ, അതിൽ കയറാൻ വേണ്ടി പോവാണേ. മഞ്ഞ കുഴലിൻ്റെ ഉള്ളിൽ കൂടെ. ഇവിടെ നിറയെ ഇങ്ങനെ കൊത്തുപണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ശില്പങ്ങൾ. അതിങ്ങനെ ആന നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കുറേ ആളുകളുടെ ഒക്കെ. ഞാനും ഉമ്മച്ചിയും പോണു. നല്ല രസമായിരുന്നു. എനിക്ക് ധൈര്യമില്ല കാരണം ഉമ്മച്ചിക്കും പേടിയുണ്ടായില്ല. അപ്പം ഞാനും ഉമ്മച്ചും കൂടിയുണ്ട് വന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത്. ഷെഹു അതിൻ്റെ ഇടയിൽ നല്ല വിറക്കലായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെയും കുറേ വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്നു. ടൈം ആവാറായി കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്നു. ഇവിടെ ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ ഇടയിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടതാ. തലേക്ക് ഇങ്ങനെ കല്ല് വീണ പോലെ ഇട്ടാ വെള്ളം വീണത്. എന്നാലും ഞങ്ങളൊന്നും കാര്യമാക്കിയില്ല, വീട്ടിൽ കളിയായിരുന്നു. പിന്നെ ചെവുവിനൊക്കെ ഇവിടെ നിർത്താറുണ്ട്. ചെവുവിനൊക്കെ വിറച്ചിട്ട് ഞങ്ങൾക്കൊന്നും പിന്നെ ആ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ.
കൊമ്പങ്ങാട് പോയുടെ വീഡിയോയിൽ കാണാം ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ആൾക്കാർ അവർ രണ്ടുപേരും കൂടി മറിഞ്ഞു വീണിട്ട്. അതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇതൊക്കെ പോകുന്നത് തന്നെ. പൈസ മുടക്കിയാലും നമുക്ക് കളിക്കാനുള്ളത് ഉണ്ട് എന്നുള്ള അറിയണ കാരണമാണ് പോകുന്നത്. 11 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ ടൈം ഉള്ളത്. ഞങ്ങൾ 2 മണിയൊക്കെ ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികമൊന്നും കളിക്കാൻ പറ്റിയില്ല. കൃത്യം 6 മണിയാകുമ്പോഴത്തേനെ അവരെ വിളിച്ചിട്ട് വിളിച്ചിട്ട് കയറാൻ പറയുന്നത്. ഞാനപ്പോൾ ആരും നോക്കാണ്ട് ഇറങ്ങിറങ്ങും. ശരിമോളെ വല്ല ചളികളൊക്കെ പിടിച്ചിട്ട് തുപ്പണൊക്കെ. അങ്ങനെ അവർ പിന്നാലെ വരുന്ന ദിവസം ഞാൻ മുമ്പിൽ പോയി. പിന്നെ നമുക്ക് ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. നമ്മുടെ ലോക്കർ അവർ തരും. 100 രൂപ കൊടുത്താൽ പിന്നെ ബാക്കി നമുക്ക് 30 രൂപയും എന്തോ അവിടെ തിരിച്ചും തരും. അങ്ങനെയാണ് ലോക്കർ വരുന്നത്. നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതിൽ സേഫ് ആയിട്ട് നോക്കാം. എല്ലാവരും ഫോണൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ആർക്കെങ്കിലും അതിൽ ഫോണില്ലാത്തത്. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് തന്നെ ഡ്രസ്സ് മാറ്റാം. ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവരും പോവുക, എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിച്ച് വരിക. ബൈ.